പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നൂർജഹാൻ. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു ത്രിമിനിറ്റ് ടോപ്പിക്കുമായിട്ടാണ്. ആഹാര മര്യാദകൾ എന്ന വിഷയത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ഭക്ഷണപാനീയങ്ങൾ നിർബന്ധമാണ്. എന്നാൽ ഒരാൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയവും അനുവദനീയമായ സമ്പത്തിൽ നിന്നുള്ളതായിരിക്കണമെന്ന് ഇസ്ലാം നിർബന്ധമാണ്. അതവസരത്തിൽ അവ നല്ലതായിരിക്കണം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അനുവദിച്ച ഭക്ഷണം മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അവൻ്റെ റസൂലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഭക്ഷണം ഭക്ഷിക്കാൻ പാടുള്ളതല്ല. രണ്ടാമതായി ഹലാലായ മാർഗത്തിലൂടെയുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ജാബിർ റളിയല്ലാഹു നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്ന ശരീരം സ്വർഗത്തിൽ ഹറാമായ മാർഗത്തിലൂടെ വളരുന്ന മാംസം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും ഹറാമായ മാർഗത്തിലൂടെ വളരുന്ന ശരീരത്തിന് ഏറ്റവും അർഹമായത് നരകാഗ്നിയാണ് എന്നും പറയും. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മര്യാദകൾ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. 1. ഭക്ഷണം അനുവദനീയവും വിശിഷ്ടവുമായിരിക്കണം. 2. ഭക്ഷണം മാന്യവും ഹിതകരവുമായിരിക്കണം. വിശക്കുമ്പോൾ മാത്രം ആഹാരിക്കുക, അമിതമായി ആഹാരിക്കരുത്. വിനയത്തോടെയും താഴ്മയോടെയും ഭക്ഷണത്തെ സമീപിക്കുക. ഭക്ഷണത്തിന് മുമ്പ് വായും കൈയും വൃത്തിയാക്കുക. തുടക്കത്തിൽ ബിസ്മി ഉച്ചരിക്കുക. ബിസ്മി ചൊല്ലാൻ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലു വആഖിറു എന്ന് ഓർമ്മ വരുമ്പോൾ ചെല്ലുക. കുടിക്കുന്നതും ഭക്ഷിക്കുന്നതും വലതു കൈകൊണ്ടായിരിക്കണം. അല്പാൽപമായി സാവകാശം കഴിക്കണം. ഭക്ഷണത്തിൽ ഊതരുത്. വെള്ളം ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കരുത്. പാത്രത്തിൻ്റെ പൊട്ടിയ ഭാഗത്ത് വായ വെച്ച് കുടിക്കരുത്. പൊതുപാത്രത്തിൽ വായ വെച്ച് കുടിക്കരുത്. വെള്ളി, സ്വർണം എന്നീ പാത്രത്തിൽ ആഹാരിക്കരുത്. ഏറ്റവും നല്ല വസ്തുക്കളിൽ നിന്നാണ് നിങ്ങൾ ആഹാരിക്കേണ്ടതെന്ന് പ്രവാചകന്മാരോടും സത്യവിശ്വാസികളോടും അള്ളാഹു പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതായി കാണാം. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. ഇത്രയും പറഞ്ഞ് വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.